സ്വാഗതം. നിലമ്പൂരിൽ PV അൻവർ കാണിക്കുന്ന വിരട്ടലിനും വിലപേശലിനും മുൻപിൽ അടിപതറാത്ത കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് മാലോകരെ അറിയിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട അൻവർ കരുതിയത് കോൺഗ്രസ് തന്നെ ആശ്രയിച്ച് മാത്രമായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ്. എന്നാൽ അത്തരമൊരു നീക്കമുണ്ടായാൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താലും അതിൻ്റെ പരിക്ക് നിലമ്പൂരിൽ മാത്രമല്ല കേരളം മുഴുക്കെ കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നു. വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുമായിരുന്നു. കോൺഗ്രസിൻ്റെ വിജയം പോലും ഒരുപക്ഷെ ആ ചോദ്യങ്ങളിൽ മങ്ങിപ്പോകുമായിരുന്നു. കോൺഗ്രസിൻ്റെ ബുദ്ധിപരവും തന്ത്രപരവുമായ നീക്കത്തിന് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ തൻ്റെ വിലപേശൽ രാഷ്ട്രീയം ഫലിക്കാതെ വന്ന അൻവർ ഇനി നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള സാധ്യതയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കോൺഗ്രസുമായി ഇനി ചർച്ചയ്ക്ക് വകയില്ലെന്ന് കണ്ട് ലീഗിലെ ചില നേതാക്കൾ മുഖാന്തരം ചർച്ചയ്ക്കുള്ള ഇടം ലഭിക്കുമോ എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പരീക്ഷിക്കുന്നത്. അതിലും തീരുമാനമുണ്ടായില്ലെങ്കിൽ ഉള്ള സ്വാധീനം ഉപയോഗിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി ഇടതുപക്ഷത്തിനും UDFനുമെതിരെ മത്സരിക്കുമെന്നാണ് ഏറ്റവും പുതിയ ഭീഷണി അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2 ദിവസത്തിനകം തൃണമൂലിനെ UDFിൻ്റെ ഘടകകക്ഷിയാക്കിയിരിക്കണം, മുന്നണിയിൽ എടുത്തിരിക്കണം, 2 ദിവസം പരമാവധി ഞങ്ങൾ കാത്തിരിക്കും, ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകും എന്നുകൂടിയുള്ളൊരു ഭീഷണി ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്തു നിന്നായി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഭീഷണിക്കും UDF വഴങ്ങരുത് എന്നാണ് രാഷ്ട്രീയം വിലയിരുത്തുന്നവർ വ്യക്തമാക്കുന്നത്. അമ്മാത്തെന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്തെട്ട് എത്തിയുമില്ല എന്ന പഴമൊഴി പോലെയാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും വിമർശിച്ച് അൻവർ രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായും പിണറായി വിരുദ്ധ ചേരിയുടെയും ഇടതുമുന്നണിയുടെയും ശത്രുക്കൾ അൻവറിൻ്റെ പ്രസംഗം കേൾക്കാൻ നിലമ്പൂരിൽ തടിച്ചുകൂടിയിരുന്നു. മാധ്യമങ്ങൾ പതിവിൽ കവിഞ്ഞ ഫ്രെയിമും അൻവറിന് നൽകി. എന്നാൽ അവിടെ തടിച്ചുകൂടിയവരെല്ലാം തൻ്റെ ആളുകളാണ് എന്ന് അൻവർ തെറ്റിദ്ധരിച്ച് തുടങ്ങിയതിൽ നിന്നും അൻവറിൻ്റെ നിലനിൽപ്പിന് കോട്ടം തട്ടി തുടങ്ങി. ഈ സാഹചര്യത്തിൽ അൻവറിന് ഇടതുപക്ഷത്തേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായി. മറുഭാഗത്തോ താൻ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് നിർദ്ദേശിച്ച ആര്യാടനെ പിന്തുണക്കാനും പറ്റാത്ത അവസ്ഥയും വന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ആര്യാടൻ വിജയിച്ചാൽ ആര്യാടനെതിരെ അൻവർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്ന് അൻവറിന് സമ്മതിക്കേണ്ടി വരും, അത് തെളിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആര്യാടനെ പിന്തുണക്കാനും കഴിയാത്തൊരവസ്ഥ. ഇനി മത്സരിക്കണമെന്ന് വെച്ചാലോ, വോട്ട് സ്പ്ലിറ്റായി ഇടതുപക്ഷം തന്നെ വിജയിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ അൻവർ ഉന്നയിച്ച പിണറായി സത്തിൻ്റെ അന്ത്യം കുറിക്കും എന്ന തൻ്റെ തന്നെ വാദത്തെ റദ്ദ് ചെയ്യുന്നതായി ആ തീരുമാനം മാറുകയും ചെയ്യും. എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടതെന്ന ധാരണയില്ലാതെയാണ് അൻവർ ഇപ്പോൾ നടക്കുന്നത്. മുന്നിലുള്ള ഏക വഴി UDFനെ പിന്തുണക്കുക എന്നത് മാത്രമാണ്. സ്വാഭാവികമായും അങ്ങനെ സംഭവിച്ചാൽ ചെറിയ പരിക്കുകളൊക്കെ സംഭവിക്കുമെങ്കിലും രാഷ്ട്രീയമായി അവശേഷിക്കുന്ന പിടിവള്ളിയായി അത് മാറും എന്ന് ഉറപ്പ്. ആ ഒരു ചിന്ത അൻവറിനെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രീയത്തിൽ വ്യക്തി താല്പര്യങ്ങൾ പരസ്യമാക്കിയാൽ ഏതൊരു രാഷ്ട്രീയക്കാരനും സംഭവിക്കുന്ന തകർച്ചയാണ് അൻവറിനും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അൻവർ മറ്റൊരു PC ജോർജ് ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പരസ്യമായി ഒരു രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാനും മടിക്കും. ഒന്നുകിൽ UDFിൽ അല്ലെങ്കിൽ ഉറച്ച ഒരു സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇവ രണ്ടുമാണ് പുതിയ അൻവറിൻ്റെ ഡിമാൻഡുകൾ. രണ്ടായാലും UDF ഒരു ഉറപ്പും കൊടുക്കാൻ മുന്നോട്ട് വരും എന്ന് കരുതാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. എല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യാം എന്ന സ്വതസിദ്ധമായ ഒരു നിർദ്ദേശമായേക്കാം അൻവറിൻ്റെ മുൻപിലേക്ക് UDF നേതൃത്വം വെക്കുക എന്നാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക. അങ്ങനെ വന്നാൽ UDFനും രക്ഷപ്പെടാം, അൻവറിനും രക്ഷപ്പെടാം. അൻവറിൻ്റെ മുൻപിൽ ഇനിയും സമയമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം UDF വാക്ക് പാലിക്കാതിരുന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള വാക്ക് കൊടുത്താലാണ് കേട്ടോ, അത് പാലിക്കാതിരുന്നാൽ 1 വർഷം മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് മത്സരിക്കുവാനുള്ള അവകാശം സ്വാഭാവികമായിട്ടുണ്ട്. അത് ഉപയോഗിക്കാം അൻവറിന്. അതുവരെ സഹിക്കുവാനുള്ള സാമാന്യ ബുദ്ധിയും രാഷ്ട്രീയ ബുദ്ധിയും അതിബുദ്ധി കാണിക്കാതിരിക്കുന്നതുമായിരിക്കും അൻവറിന് ഏറ്റവും ഉചിതവും അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും നല്ലത് എന്നതാണ് അഭിപ്രായം. അതല്ല, തൃണമൂൽ കോൺഗ്രസിനായി രംഗത്തിറങ്ങി സ്വതന്ത്ര കുപ്പായമിട്ടാൽ പിണറായിസം എന്ന അൻവറിൻ്റെ തന്നെ ആ പ്രയോഗം വീണ്ടും നിലമ്പൂരിൽ ഉദിക്കും. അത് വേണോ? തൻ്റെ രാഷ്ട്രീയ ഭാവിയും താൻ ഉയർത്തിയ ആശയങ്ങളും വിജയിക്കണമോ എന്ന് അൻവർ തന്നെ തീരുമാനിക്കട്ടെ.